ഹായ് ഗായ്സ്, എന്നെയുണ്ട് വിശേഷം, സുഖമാണോ? അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങോട്ട് ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് നാട് വിടുകയാണോന്ന്. സോ നാട് വിടില്ല ഗായ്സ്, ബാംഗ്ലൂർ ഷോ ഉണ്ട്. അപ്പോൾ ഷോയ്ക്ക് പോകുന്ന പാക്കിങ്ങും കാര്യങ്ങളിലാണ്. അങ്ങനെ നമ്മൾ എന്തൊക്കെയൊക്കെ എടുത്ത് വെച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. അങ്ങനെ അതൊക്കെ ബാഗിലിട്ടതിൻ്റെ ശേഷം ഗായ്സ് നമുക്ക് പിന്നെ എന്തോ മറന്നു തോന്നി. അങ്ങനെ നോക്കുമ്പോഴാണ് കുറച്ച് ചില്ലറ പൈസ കാണുന്നത്. അങ്ങനെ ചില്ലറ പൈസ എടുത്ത് കയ്യിൽ എണ്ണി ബസ്സിനൊക്കെ ആവശ്യം വരുമല്ലോ. ഇതങ്ങനെ ഓരോ ഷോക്കിൽ പോയിട്ട് ബാക്കി ഉണ്ടാകുന്ന ചില്ലറയാണ്. അത് ആ കയ്യിലിട്ടിട്ട് സെറ്റ് ചെയ്തു. പിന്നെ ഒരു ഹാൻഡ് ബാഗ് ഉണ്ട്, ഹാൻഡ് ബാഗ് ഇട്ട് അതും പാക്ക് ചെയ്ത് ഷിപ്പൊക്കെ ഇട്ട് പൂട്ടി ഭദ്രമായി വെച്ചു. അങ്ങനെ പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട സാധനം ഹീല്, ഇതില്ലാണ്ട് നമ്മൾ പിടിച്ചേക്കില്ലല്ലോ. ഇതിലാണല്ലോ നമ്മൾ ഈ ഫീൽഡിൻ്റെ കീ അടക്കിയത്. സോ അത് സെറ്റ് ചെയ്തു, അത് തുടച്ചൊക്കെ വെച്ചു. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറാൻ പോകാൻ ഗൈസ്. അങ്ങനെ ട്രെയിൻ വന്നു. നിങ്ങൾ വിചാരിച്ചു നമ്മൾ ഈ ട്രെയിനിലാണ് കയറിയത്. ഞങ്ങൾ ഇതിലല്ല, ഞങ്ങൾ ലോക്കലിലാണ് കയറിയത്. സോ തിരക്കുള്ള ലോക്കൽ. അങ്ങനെ നല്ല ടയേർഡായി ഗൈസ്. നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇതാണ് ട്രെയിനിലെ അവസ്ഥ. നോക്ക് മക്കളെ, നോക്കുക, എന്താ കിടത്തം. അങ്ങനെ ശിവാനി ആർക്കോ ചാറ്റി എന്തോ ചിന്തിച്ചിരിക്കുന്നു ഗൈസ്. ഗോപികഥ വെട്ടിയിട്ട വായത്തണ്ട് പോലെ കിടന്നുറങ്ങുന്ന ഞാനിത് ഉറങ്ങുന്ന പോലെ അഭിനയിച്ച് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഒരു സൈറ്റൊക്കെ അടിച്ച് എന്തൊക്കെയോ തള്ളുന്നു. ടൈം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂർക്ക് പോകാമെന്നോ അങ്ങനെ എന്തൊക്കെയൊക്കെയാണ് ഈ പറയുന്നത്. പിന്നെ ഗോപിക്ക് എണീറ്റു, പട്ടി ഷോ 2 പോസൊക്കെ ഇട്ട് പീസൊക്കെ കാണിച്ചു. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ എത്തി ഗായ്സ്. ഇതാണ് ഗോപിക, മൈ ഫ്രണ്ട്. ഇത് ശിവാനി, വേറൊരു ഫ്രണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വന്നു. ഫുഡ് വേറെ രക്ഷയില്ലായിരുന്നു ഗൈസ്, അടിപൊളി ഫുഡ്. ഇങ്ങനെ ഞങ്ങളുടെ അഭിപ്രായം പറയാം ഗൈസ്. എങ്ങനെയുണ്ടാ? മറ്റുള്ള ഭയങ്കര ബിസിയിലാണ്, പക്ഷേ കൊള്ളായിരുന്നു, നല്ല ഫുഡായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ കഴിക്കുന്നു. നോക്കൂ ഗൈസ്, നോക്കുക, അടിപൊളി ഫുഡായിരുന്നു. കോഴിക്കോടൊന്നുമല്ല ഗൈസ്, കോഴിക്കോടൊന്നുമല്ല. ഇത് മസാല ദോശ ഞാൻ കഴിച്ചില്ല, കോഴിക്കോട് എത്ര നല്ലത്. അങ്ങനെ പിന്നെ ഈ സാധനം നോക്കുക ഗൈസ്, ഇത് വേറെ ലെവൽ സാധനം. പൂരി കഴിക്കുന്നത് ഒരു മസാല ടൈപ്പ് ഒരു സംഭവം, ഒരു രക്ഷയില്ല ഗൈസ്, വേറെ ലെവൽ സാധനം. ഒരു ചെറിയൊരു മധുരം എരിവൊക്കെ ആയിട്ട് മസാല ദോശ പിന്നെ പറയേ വേണ്ട. കോഫി വേറെ ലെവൽ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി 2 വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ പിന്നെ പ്രാക്ടീസ് ടൈമാണ് അന്ന് രാവിലെ. അങ്ങനെ ജസ്റ്റ് ഒരു പ്രാക്ടീസും വാമപ്പൊക്കെ ചെയ്തു. അങ്ങനെ പിന്നെ സ്റ്റേജിൽ പ്രാക്ടീസ് ടൈമായി. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി സ്റ്റേജിൽ കൊറിയോ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പോസിങ് കാര്യങ്ങളും എവിടെ നിൽക്കണം എങ്ങനെ നിൽക്കണമൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഷോയ്ക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കാം, സ്റ്റോറി എടുക്കാമെന്ന് വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു. എങ്ങനെയുണ്ട് ഞങ്ങളെ കോസ്റ്റ്യൂം സെറ്റല്ലേ? ഇത് ശിവാനി പോസിങ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു, ഷോക്കെ കഴിഞ്ഞ് തിരിച്ചു പോന്നു. അപ്പോഴാണ് ഇവിടെ ഈ ഡയലോഗും വെറുപ്പിക്കലും കാര്യങ്ങളൊക്കെ ഗൈസ്. അത് വെറുപ്പീരാണ് സാധനം. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ റിട്ടേൺ കയറി. അപ്പോൾ നല്ല വിശപ്പ്. അങ്ങനെ ഗതികേടുകൊണ്ട് ട്രെയിനിലെ ഫുഡ് മേടിച്ചു ഗൈസ്. പക്ക ശോകമായിരുന്നു, പക്ഷേ വിശപ്പുകൊണ്ട് നന്നായിട്ട് കഴിച്ചു. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞ് ബൈ ഗൈസ്, വീണ്ടും കാണാം.